ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് സോയ ഫ്രൈ ചെയ്യലുണ്ട്. അപ്പം കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റിൽ എങ്ങനെയാണ് സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതോടെ ഒന്ന് മറക്കരുത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 2 കപ്പ് സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 120 ഗ്രാമാണ് വരിക. ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നോളൂ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുന്ന സമയത്ത് ഇതാ സോയ ചങ്ക്സ് ഒക്കെ അത്യാവശ്യം നല്ല വീർത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൽ നല്ല വെള്ളം കുടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ആദ്യം ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ബാക്കി ഇതിലുള്ള വെള്ളമൊക്കെ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മാക്സിമം കളയാനായിട്ട് നോക്കുക. ഇതുപോലെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. വെള്ളം മുഴുവനായിട്ട് പിഴിഞ്ഞ് കളഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരം ലെമൺ ജ്യൂസ് ആണെങ്കിലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതോടെ ചേർത്ത് മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ. അപ്പോൾ ആദ്യം തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം എരിവുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചൊരു വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അത് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പത്തിരി, അപ്പം, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് ഓരോ സോയയുടെ മേലെയും അത്യാവശ്യം ഒരു ചെറിയൊരു കോട്ടിങ് കിട്ടണം, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മൈദയൊക്കെ കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓയിൽ പാകത്തിന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇതുപോലെ സോയ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക് നീളത്തിൽ കീറിയത്, അതുപോലെ കുറച്ച് തൊലിയോട് കൂടിയിട്ട് തന്നെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്, കുറച്ച് ചെറിയുള്ളി ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതും കൂടെ ചേർന്നിട്ട് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടുതലിട്ട് അപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ ഫ്രൈ ആകുമ്പോൾ തന്നെ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്തിട്ടുള്ള ഒരു മണവും കാര്യങ്ങളൊക്കെ ആ ഒരു എണ്ണയിലേക്കും സോയയിലേക്കൊക്കെ നല്ലോണം പിടിച്ച് കിട്ടിക്കോളും. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. സ്ട്രെയിനറിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോട്ടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ഒരു തൊലിയോട് കൂടെ തന്നെ ചതച്ചിടേണ്ട കാര്യം മറക്കരുത്. ഒന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം കൂടെ അങ്ങ് കോരിയെടുത്താൽ മതി. അതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് ശരിക്കും ഈ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചോറിൻ്റെ സൈഡിലൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി ചപ്പാത്തി നെയ്ച്ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ മറക്കരുത് കേട്ടോ. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്